ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ജോബ് ഇൻഫോ. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിരിക്കുന്ന വാക്കൻസി ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഡീറ്റെയിൽസിലോട്ട് കടക്കാം. നേരിട്ടുള്ള നിയമനമാണ്, സ്പോർട്സ് കോട്ടയിലാണ്. ഏകദേശം ഇന്ത്യയിൽ ഉടനീളമായിട്ടായിരിക്കും വാക്കൻസീസ് വരുന്നത്. ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് 2, ടാക്സ് അസിസ്റ്റന്റ് 25, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 2 വേക്കൻസി, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൽ 26 വേക്കൻസികളാണുള്ളത്. ടോട്ടൽ 55 പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത്. ഇനി ഗെയിംസിന്റെയും സ്പോർട്സിന്റെയും പട്ടികയും റിക്രൂട്ട്മെന്റ് നടത്തേണ്ട ഒഴിവുകളും ഉണ്ടാക്കിയിരിക്കുന്നത്. ബാസ്കറ്റ് ബോളിൽ 4, വോളിബോളിൽ 4, ക്രിക്കറ്റിൽ 6, കബഡിയിൽ 4, അത്ലറ്റിക്സിൽ 17, ഷൂട്ടിങ്ങിൽ 3, ബോക്സിംഗിൽ 2, ഗുസ്തിയിൽ 2, ലോൺ ടെന്നീസിൽ 2, ബാഡ്മിന്റണിൽ 4, ടേബിൾ ടെന്നീസിൽ 3, അമ്പയത്തിൽ 2, പാരാ സ്പോർട്സ് അല്ലെങ്കിൽ ബധിര കായിക വിനോദങ്ങളിൽ 2 എന്നിങ്ങനെയാണ്. ഇനി സാലറി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സിൽ ലെവൽ 7 പേയ്മെൻ്റ് ആണ് വരുന്നത്. 44,000 രൂപയാണ്, ഏകദേശം 1,42,400 രൂപ വരെയാണ്. ടാക്സ് അസിസ്റ്റൻറ്റിലും പേ ലെവൽ 4 ആണ്, 25,000 മുതൽ 81,000 വരെയാണ്. സ്റ്റെനോഗ്രാഫറിന് 4 ലെവലാണ് പേയ്മെൻറ്റ് വരുന്നത്, 25,000 മുതൽ 81,000 വരെ. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് വരുന്നത് ലെവൽ 1 ശമ്പളമാണ്, 18,000 മുതൽ 56,000 വരെയാണ് ഈ ഒരു സാലറി സ്കെയിൽ വരുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് ഇൻകം ടാക്സ് ഓഫീസറിന് വേണ്ടത്. 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ് ടാക്സ് അസിസ്റ്റന്റ്. 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ് സ്റ്റെനോഗ്രാഫറും. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്കുള്ള പ്രായപരിധി വരുന്നത്. ഇനി യോഗ്യത പറഞ്ഞിരിക്കുന്നത് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർക്ക് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയുടെ ബിരുദം അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ്. ഈ ടാക്സ് അസിസ്റ്റന്റിന് വരുന്നത് ഏതെങ്കിലും സർവകലാശാലയുടെ കീഴിലുള്ള ബിരുദം അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ. കൂടാതെ ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റിൽ താഴെ പറയുന്ന കട്ട് ഓഫ്, അതിന് മിസ്റ്റേക്ക് ശതമാനത്തിന്റെ മണിക്കൂറിൽ 8,000 കീ ഡിപ്രഷൻ വേഗതയിലുള്ള ഡാറ്റ എൻട്രി വേഗതയാണ് പറഞ്ഞിരിക്കുന്നത്. SC ST OBC EWS SM-ന് 7 മിസ്റ്റേക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. കട്ട് ഓഫ് വരുന്നത് OSR അല്ലെങ്കിൽ HH VH BWD 10%, UR-ന് 5% മാത്രമാണ്. അപ്പോൾ സൂക്ഷിച്ചാണ് ഈ ഒരു ഏരിയ കൈകാര്യം ചെയ്യേണ്ടത്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 വരുന്നതും 12th ഗ്രേഡ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യും, അതിനോട് തുല്യമായിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള സ്റ്റെനോഗ്രാഫി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ 80 വേർഡ്സ് പെർ മിനിറ്റ് വേഗതയിൽ 10 മിനിറ്റ് ഡിക്റ്റേഷനിൽ വിഷയം കമ്പ്യൂട്ടറിൽ പകർത്തേണ്ടി വരും. ട്രാൻസ്ക്രിപ്ഷൻ സമയം ഹിന്ദിക്ക് 65 മിനിറ്റും ഇംഗ്ലീഷിന് 50 മിനിറ്റും ആയിരിക്കും. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് വേണ്ട ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ് അതിനോട് തുല്യമായിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻകം ടാക്സ് വകുപ്പിന്റെ റിക്രൂട്ട്മെന്റിന് അപേക്ഷാ ഫീസ് ആവശ്യമായിട്ട് വരുന്നില്ല. ഇനി സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, ഒരു എഴുത്ത് പരീക്ഷ, ഒരു പേഴ്സണൽ ഇന്റർവ്യൂ വഴിയായിരിക്കും. ഇനി ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഇൻകം ടാക്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലിങ്ക് അവൈലബിൾ ആയിരിക്കും. ഇനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് December 13-ാം തീയതി ആണെങ്കിലും ആപ്ലിക്കേഷൻ അവസാനിക്കുന്നത് January 16-ാം തീയതിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ. മറ്റുള്ളവർക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക.